ഇറാൻ സാമ്പത്തികമായിട്ടും ഒരല്പം വിഷമത്തിലാണ്. ആയുധശേഖരം മുഴുവൻ അവരുടെ നശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വലിയ ആയുധമില്ല. ഇപ്പോൾ നസറുള്ളയുടെ തലവനുണ്ടല്ലോ, അങ്ങേരുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ തുരുതുര ആൾക്കാരെ കൊന്നു കഴിയുമ്പോൾ നമുക്ക് പുതിയ വന്ന ആളിൻ്റെ പേര് നമ്മൾ അറിയുന്നതിന് മുമ്പേ അയാളെ കൊന്നു, അടുത്ത ആൾ വന്നു എന്നൊക്കെ പറയും. ഏതായാലും അയാൾ ഇറാനിൽ പേഴ്സണലി പോയി. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങളെ സഹായിക്കണം, ചേട്ടന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് അടികൂടിയത്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ബോംബുമില്ല, തോക്കുമില്ല, ആകെ വിഷക്കേടാണ്. ഇറാൻ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ അവൻ അടിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയി. ഇസ്രായേൽ പോയിട്ട് ആണവ നിലയങ്ങളെയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനത്തെയും തൊടാതെ, ആളെ കൊല്ലാതെ, പെട്രോളിന് തീ വയ്ക്കാതെ, ഇതിൻ്റെ നടുക്കാണ്. ഒരു വശത്ത് ആണവ നിലയങ്ങൾ, മറുവശത്ത് ഓയിൽ ടെർമിനൽസ്. ഇതിൻ്റെ നടുക്കാണ് ഇറാനിയൻ ആർമിയുടെ. ആ നടുക്ക് പോയിട്ട് അതുമാത്രം നശിപ്പിച്ചിട്ട് ഇവർ തിരിച്ചുപോയി. ആകെ മരിച്ചത് 4 പേരോ മറ്റാണ്. ആളെ കൊല്ലാതെ ഓപ്പറേഷൻ, പ്രിസൈസ് ഓപ്പറേഷൻ, ഇതാണ് അവർ ചെയ്തത്. അപ്പോൾ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലുമൊന്നും ഇല്ല തരാൻ. നാട്ടിൻപുറത്ത് പറയില്ലേ, ഈ മുണ്ടില്ലാഞ്ഞിട്ട് ചിറ്റപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചിറ്റപ്പൻ പായി ഉടുത്തിരിക്കുന്നു. ഈ അവസ്ഥയാണ് ഇവർക്ക് സംഭവിച്ചത്. ഈ നസറുള്ള ഗ്യാങ്ങിന്, ഹിസ്ബുള്ള അവിടെ തെണ്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആകെ അണ്ടം കയറിയിരിക്കുകയാണ് ആ അവസ്ഥ. ഈ അവസ്ഥയിൽ എന്തിന് ഇറാനെ പിന്തുണയ്ക്കണം? ഇറാൻ്റെ അജണ്ട പണ്ട് മുതലേ ഇവർക്ക് വ്യക്തമാണ്. തുടക്കത്തിലൊന്നും അറിയില്ലായിരുന്നു, വെറുതെ ഇസ്രായേലുമായിട്ട് ഗുസ്തി പിടിച്ചു. ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. ഇപ്പോൾ ഷിയ രാജ്യത്തിന് കീഴിൽ എല്ലാം വരണം, ഇതാണ് ഇറാൻ്റെ അൾട്ടിമേറ്റ് ആവശ്യം. ഇവരൊക്കെ സുന്നികളാണ്. UAE സുന്നിയാണ്, സൗദി അറേബ്യ സുന്നി, എല്ലാം സുന്നികളാണ്. എന്തിന് ഷിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇസ്രായേലുമായിട്ട് അടിക്കാൻ പോകണം? ഇതാണ് അവരുടെ ചോദ്യം. ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി എടുത്താൽ ഒരു കാരണമില്ലാതെ അവനാരെയും അടിച്ചിട്ടില്ല. അവനോട് അടിക്കാൻ ചെന്നാൽ അവൻ തിരിച്ചടിക്കുകയും കുറച്ച് സ്ഥലം കൂടെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇതാണ് ഇസ്രായേലിൻ്റെ സ്വഭാവം. അപ്പോൾ ഇത് അനക്കാതിരുന്നപ്പോൾ എന്താ കാര്യം? ഹമാസ് എന്ന സുന്നികൾക്ക് വേണ്ടിയിട്ട്, സുന്നി, അവർക്ക് വേണ്ടിയിട്ട് ഷിയ ഇടപെടുന്നത് എന്തിന്? അതിൽ തന്നെ ഒരു ഡെർട്ടി പൊളിറ്റിക്സും ഉണ്ട്. സുന്നിക്ക് വേണ്ടി നമ്മളും ഇടപെടും. അപ്പോൾ ഇറാൻ പതുക്കെ ഡീക്കപ്പിൾ ചെയ്യും ഈ യുദ്ധത്തിൽ നിന്ന്, നിങ്ങൾ തമ്മിൽ അയക്കുമെന്ന് പറഞ്ഞ് മാറിയിട്ട്. അതോടെ നമ്മൾ തകർന്നു പോകും. അറബ് രാജ്യങ്ങൾ തകർന്നു പോകും. തകർന്ന അറബ് രാജ്യങ്ങൾ ഇറാൻ്റെ അയൽവക്കക്കാരാണില്ല. ഇറാൻ സൂപ്പർ പവറായിട്ട് മാറും. ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത, ഒന്നാമത് ഇത്തരം പൊങ്ങച്ചം ചൈന പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതാണ്. ചൈന പഴയ കുറേ ആയുധങ്ങൾ ഇറാന് വിറ്റിട്ടുണ്ട്. മിസൈലാണ് കൂടുതലും, വിമാനങ്ങളില്ല. ശ്രദ്ധിച്ചിരുന്നോ? ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചല്ലോ. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിമാനം പോലും കൗണ്ടർ അറ്റാക്കിന് പൊങ്ങിയില്ല. എന്താ പൊങ്ങിയത്? അവരുടെ ഇല്ലാഞ്ഞിട്ടാണോ? അത് കഴിഞ്ഞ് വാർത്ത വന്നു, ഇറാൻ പാകിസ്ഥാനോട് വിമാനം ചോദിച്ചു. അതും ഈ ചിറ്റപ്പൻ്റെ കഥയാണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ എന്ത് വിമാനം ഉണ്ടായിട്ട് എടുത്തു തരാനാണ്? അവൻ തന്നെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ നേർക്ക് നോക്കാനുള്ള ആരോഗ്യം പോലും ഇപ്പോൾ പാകിസ്ഥാനില്ല. ഇത്രയും ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ പാകിസ്ഥാനെ വിശ്വസിക്കുകയും, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സൗത്ത് ആഫ്രിക്കൻ രാജ്യത്തേക്ക് വിശ്വസിച്ച് USA ഒരു കൺഫ്രണ്ടേഷന് സൗദി പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. സൗദി പോകുന്നില്ലെങ്കിൽ UAE അതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. സൗദിയെ ഫോളോ ചെയ്ത് എപ്പോഴും നിൽക്കുകയുള്ളൂ. ഇൻഫാക്ട് UAE ഈസ് 1 സ്റ്റെപ്പ് അഹെഡ്. UAE ബ്രിക്സിൽ വന്നു, സൗദിയാണ് വരാതിരുന്നത്. പക്ഷേ സൗദി മെമ്പറുമാണ് ബ്രിക്സിൽ. അങ്ങനെ നിൽക്കുകയാണത്. ബട്ട് ഞാൻ ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അവരുടെ പിന്നിൽ ചൈനയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം റഷ്യ, ഇന്ത്യ, ബ്രസീൽ ഇവരൊക്കെ അടങ്ങുന്ന ബ്രിക്സിനെ അവഗണിച്ച് ലോകരാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആണ് ഇതിൻ്റെ നിൽപ്പ്.